രാത്രി 12 മണി കഴിഞ്ഞു കാണും. 3 ചങ്ങാതിമാർ ഒരുമിച്ച് ഒരു കാടുള്ള പ്രദേശത്തിലൂടെ തങ്ങളുടെ വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ അവർ കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ അവരുടെ വാഹനത്തിൻ്റെ എൻജിൻ തനിയെ ഓഫാവുകയാണ്. തങ്ങളുടെ വാഹനത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് നോക്കുവാൻ വേണ്ടി അവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവരുടെ മുന്നിലൂടെ ഒരു വെള്ള വസ്ത്രം ധരിച്ച ഒരു രൂപം കടന്നു പോകുകയായിരുന്നു. അത് അവരുടെ വാഹനം ഓഫായ സ്ഥലം ഒരു വളവായിരുന്നു. സുമതി വളവ്. സുമതി വളവ് അഥവാ സുമതിയെ കൊന്ന വളവ്. തിരുവനന്തപുരം ജില്ലയിലെ പാനോട് മൈലങ്കോടി എന്ന മലയോര പ്രദേശത്തിലെ ഒരു വളവാണ് സുമതി വളവ്. ഇന്നും ഈ സുമതി വളവിനെ ചുറ്റിപ്പറ്റി ഒരുപാട് നിഗൂഢതകൾ നിലനിൽക്കുന്നുണ്ട്. രാത്രികാലങ്ങളിൽ ഈ റോഡിലൂടെ ഈ വളവിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുടെ മുന്നിൽ ഒരുപക്ഷെ കണ്ണിൽ തീ കത്തിജ്വലിക്കുന്ന ഒരു നായ് പ്രത്യക്ഷപ്പെടും, അല്ലെങ്കിൽ ഒരു ഗർഭിണിയായ സ്ത്രീയും പ്രത്യക്ഷപ്പെട്ടേക്കാം. ഇങ്ങനെ ഒരുപാട് നിഗൂഢതകളുള്ള ഒരു സ്ഥലമാണ് ഈ സുമതി വളവ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന വലിയൊരു ചോദ്യമായിരിക്കും, ആരായിരുന്നു സുമതി എന്നത്? 22 വയസ്സുള്ള ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഒരു സ്ത്രീയായിരുന്നു സുമതി. അരിക്കച്ചവടം നടത്തിയായിരുന്നു സുമതിയുടെ അമ്മ സുമതിയെ വളർത്തി വലുതാക്കിയിരുന്നത്. തങ്ങളുടെ അയൽവാസിയായ പണക്കാരനായ താണു മുതലാളിയുടെ വീട്ടിൽ സുമതി വീട്ടുജോലിക്ക് പോകുമായിരുന്നു. താണു മുതലാളിയുടെ മകൻ രത്നാകരന് സുമതിയോട് പ്രണയം തോന്നുകയാണ്. കല്യാണം കഴിച്ചു കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് സുമതിയെ രത്നാകരൻ മുതലാളി പതുക്കെ വശത്താക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. സുമതി ഗർഭിണിയാവുകയായിരുന്നു. ഒരു പണക്കാരനായ ഒരു ആള് പാവപ്പെട്ട നിന്നെ പോലെയുള്ള ഒരു സ്ത്രീയെ എങ്ങനെയാണ് വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ രത്നാകരൻ മുതലാളി സുമതിയെ തള്ളി പറയുകയായിരുന്നു. ഇതിൽ വളരെ വിഷമം തോന്നിയ സുമതി നാട്ടുകാരോട് ഇക്കാര്യം പറയുകയായിരുന്നു. എന്നാൽ നാട്ടുകാരിൽ നിന്ന് താണു മുതലാളിക്കും മകൻ രത്നാകരനും വലിയ തോതിലുള്ള ചീത്ത പേരായിരുന്നു അവർക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ ഒരു ദിവസം രാത്രി, ഏകദേശം കറക്റ്റ് പറഞ്ഞാൽ 1953 ജനുവരി 27 ഒരു വ്യാഴാഴ്ച രാത്രിയായിരുന്നു അത് നടന്നത്. രത്നാകരൻ മുതലാളി സുമതിയെ കാണുവാൻ സുമതിയുടെ വീട്ടിലേക്ക് ചെല്ലുകയായിരുന്നു. എന്നിട്ട് സുമതിയോട് ചില കാര്യങ്ങൾ പറയുകയായിരുന്നു. ഒരിക്കലും എന്നെയും നിന്നെയും ഇവിടെ താമസിക്കുവാൻ എൻ്റെ അച്ഛൻ അനുവദിക്കില്ല. അതുകൊണ്ട് നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോവാം, അവിടെ സുഖമായി ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രത്നാകരൻ മുതലാളി സുമതിയെ വാഹനത്തിലേക്ക് കയറ്റുകയാണ്. അങ്ങനെ സുമതിയെ കൊണ്ട് രത്നാകരൻ മുതലാളിയുടെ അംബാസഡർ കാർ കുതിക്കുകയാണ്. അങ്ങനെ വഴിയിൽ വെച്ച് രത്നാകരൻ മുതലാളിയുടെ ചങ്ങാതിയായ രവീന്ദ്രൻ വാഹനത്തിലേക്ക് കയറുകയാണ്. രവീന്ദ്രൻ സുമതിയോട് പറയുകയാണ്, ഒരിക്കലും താണു മുതലാളിയുടെ രണ്ടുപേരെയും ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോവാം, അവിടെ നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് സുമതിയും കൊണ്ട് രത്നാകരൻ മുതലാളിയുടെ വാഹനം കുതിക്കുകയാണ്. അങ്ങനെ കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ വാഹനത്തിന്റെ ദിശ പെട്ടെന്ന് മാറ്റുകയാണ്. എന്നാൽ അവർ നിന്ന് എന്തൊക്കെ പുറമുറുക്കുന്നുണ്ട്. അങ്ങനെ വാഹനത്തിന്റെ ദിശ മാറിയ ഉടൻ സുമതിക്ക് ചില സംശയം തോന്നുകയാണ്. അങ്ങനെ സംശയം തോന്നിയ ഉടൻ സുമതി വാഹനത്തിൽ പെട്ടെന്ന് ഇറങ്ങി ഓടുകയാണ്. അങ്ങനെ വാഹനത്തിൽ നിന്നും ഇറങ്ങുന്നിടയിൽ സുമതിക്ക് ഒരുപാട് പരിക്കുകൾ പറ്റുന്നുണ്ട്. അതൊന്നും കാര്യമാക്കാതെ അവൾ പതുക്കെ ഒരു കാട്ടിലേക്ക് കയറുകയാണ്. എങ്കിൽ ആ കാട്ടിൽ വെച്ച് അവൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് പിന്നോട്ടേക്ക് തിരിഞ്ഞു നോക്കിയതായിരുന്നു. അപ്പോൾ അവൾക്ക് കാണാൻ കഴിഞ്ഞത് തന്നെ കൊല്ലുവാൻ വേണ്ടി രത്നാകരൻ മുതലാളിയും സുഹൃത്തായ രവീന്ദ്രനും കൂടി വാളേന്തി തൻ്റെ പിന്നാലെ ഓടുന്നതായിരുന്നു. എങ്കിൽ ആ കാടുള്ള പ്രദേശത്ത് വെച്ച് സുമതിയെ അവർ പിടികൂടുകയാണ്. അവളുടെ കൈകാലുകൾ ബന്ധിക്കുകയാണ്. എങ്കിൽ അവൾ പറയുന്നുണ്ട്, എന്നെ വെറുതെ വിടൂ, എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഓർത്തെങ്കിലും എന്നെ വെറുതെ വിടൂ എന്ന് സുമതി പറയുന്നുണ്ട്. എങ്കിൽ ഇതൊന്നും കാര്യമാക്കാതെ ആ ക്രൂരന്മാർ സുമതിയുടെ കഴുത്തിന് മുറിവേൽക്കുകയാണ്. എങ്കിൽ ആ സ്ഥലത്ത് വെച്ച് തന്നെ സുമതി മരിക്കുകയാണ്. പിറ്റേ ദിവസം വിറക് ശേഖരിക്കാൻ വന്ന ആദിവാസികളായിരുന്നു ജീവനറ്റ് കിടക്കുന്ന സുമതിയുടെ ശരീരം കണ്ട് പോലീസിനെ വിവരമറിയിച്ചത്. അങ്ങനെ പോലീസ് അവിടെ എത്തി ഒരുപാട് അന്വേഷണങ്ങൾക്ക് ശേഷം വെറും 6 മാസങ്ങൾക്കുള്ളിൽ സുമതിയെ കൊന്ന രത്നാകരനെയും രവീന്ദ്രനെയും പോലീസ് പിടികൂടുകയാണ്.
അവർക്ക് 15 വർഷം തടവ് ശിക്ഷയും അവർ അനുവദിക്കുകയാണ്. അങ്ങനെ 15 വർഷം കഴിഞ്ഞതിന് ശേഷം രത്നാകരനും രവീന്ദ്രനും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവർ വളരെ നിഗൂഢതയായിട്ടായിരുന്നു അവർ കൊല്ലപ്പെട്ടത്. അങ്ങനെ പറ്റി ഇന്നും ഒരുപാട് നിഗൂഢതകളുണ്ട്. എന്നാൽ ഈ സുമതി വളവിന്റെ ഈ ചരിത്രത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരുപാട് കള്ളന്മാരും ഇങ്ങനെ അഴിഞ്ഞാടുന്നുണ്ട് അവിടെ. എങ്കിൽ സുമതി വളവിൽ യഥാർത്ഥത്തിലുള്ള സുമതിയാണോ ഈ അപകടങ്ങളെല്ലാം വരുത്തി തീർക്കുന്നത്, അതോ ഇതിന് പിന്നിൽ മറ്റാരോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏതായാലും ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ കാണുന്നവരെ